മലപ്പുറം തിരൂരിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് കത്തി നശിച്ചു. നിങ്ങൾ പവർ ബാങ്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പവർ ബാങ്കുകൾ മാത്രം പർച്ചേസ് ചെയ്യുക. ഇന്ന് മാർക്കറ്റിൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന പവർ ബാങ്കുകളുണ്ട്. ഇത്തരത്തിലുള്ള ചീപ്പായിട്ടുള്ള പവർ ബാങ്കുകളിലൊക്കെ തന്നെ വളരെ ലോക്കലായിട്ടുള്ള ബാറ്ററീസ് ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ബാറ്ററീസ് ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചീത്തയായാലും എക്സ്പ്ലോഷൻ ഉള്ള ചാൻസും കൂടുതലാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പവർ ബാങ്കിന്റെ ഷേപ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുക. കാരണം ഇതിനകത്തുള്ള പവർ ബാങ്കിന്റെ ബാറ്ററി ഡാമേജ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബൾജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ബൾജ് ആയി കഴിയുമ്പോൾ ഇതിന്റെ ബോഡി ബൾജായി ആ ഒരു ഷേപ്പ് തന്നെ മാറും. ഇങ്ങനെ ബൾജായി കഴിഞ്ഞാൽ തന്നെ എക്സ്പ്ലോഷനുള്ള ചാൻസ് തള്ളിക്കളയാൻ പറ്റത്തില്ല. മൂന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പവർ ബാങ്ക് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ കാണിക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് ഫോൺ ചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യുമ്പോഴോ ഓവറായിട്ടുള്ള ഹീറ്റ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു ചാർജ് കട്ട് ഓഫ് ചെയ്തിട്ട് അതൊന്ന് കൂളായതിനു ശേഷം മാത്രം വീണ്ടും ചാർജിന് ഇടുക. ഇനി നിങ്ങൾ ചാർജിങ്ങിന് ഇടുന്ന സമയത്ത് തന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഡാമേജ് ആണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പവർ ബാങ്ക് മാറ്റുക. ബാക്കിയുള്ള 3 മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ക്യാപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കയറി വായിച്ചു നോക്കുക. അതിനുശേഷം യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുകൾ എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിൽ ടെക്കി ഫൈറ്റ്സ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.